ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമ സന്തോഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും അവരായിട്ടല്ലേ അത് ഇല്ലാതാക്കിയത്, അപ്പോൾ അവർ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തി തരുന്നു പറയുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട് എന്തായാലും വിക്രമിന് ഒരു അവസരം കൊടുക്കണമെന്ന് കരുതിയാൽ മതി. എന്തായാലും വിക്രം കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അപ്പോൾ അത് തിരുത്താനുള്ളൊരു അവസരം വിക്രമിന് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ പറയും. അന്നേരം അച്ഛൻ പറയുന്നുണ്ട് ദൈവം ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചവരാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കും. അപ്പോൾ വിക്രം എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പോൾ സന്തോഷനും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അവൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങളോട് കടപ്പെട്ടിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ജോബിയും ആ പോലീസുകാരും കൂടെ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോബിനോട് അയാൾ പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യം ഞാൻ അന്വേഷിച്ചു, പക്ഷേ നിലവിൽ അയാളുടെ പേരിൽ കേസൊന്നുമില്ല. ആ കേസ് കൊടുത്ത ആൾ തന്നെ അയാളുടെ പേരിലുള്ള കേസ് പിൻവലിച്ചു എന്ന് പറയും. ഏത് ചോദിക്കട്ടോ, അത് ആ MLA വാസവൻ എന്ന് പറഞ്ഞ ആളാണ് കേസ് പിൻവലിച്ചത് എന്ന് പറയുകയാണെ. അപ്പോൾ പിന്നെ ആ വീഡിയോ പ്രചരിപ്പിച്ചത് ആരായിരിക്കും? അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ അവരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരായിരിക്കും. അതാരായിരിക്കും എന്നൊന്നും അന്വേഷിക്കേണ്ട ജോലിയൊന്നും എനിക്കില്ല. ഇപ്പം നീ ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. പിന്നെ നീ എന്നെക്കൊണ്ട് എനിക്ക് കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അന്വേഷിച്ചത്. തൽക്കാലം നീ ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കയ്യിൽ ഉള്ള കാശ് എടുത്തിട്ട് ഒറ്റയ്ക്ക് വിഴുങ്ങാനല്ലായിരുന്നു നിൻ്റെ തീരുമാനം. അതല്ല നീ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും ഞാൻ ന്യായീകരിക്കില്ല എന്നാൽ പോലീസുകാരൻ പറയുന്നുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതൊന്നുമല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിന്നെ പറ്റിയുള്ള കംപ്ലൈൻറ്റ് എൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല കേട്ടോ. വേണമെങ്കിൽ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചോളാനൊക്കെ അയാൾ പറയുന്നുണ്ട്. അന്നേരം ജോബി പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമൊക്കെ. അതൊക്കെ നിന്റെ ഇഷ്ടം, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുകയാണെ. പിന്നെ കാണിക്കുന്ന വേദ ഡ്രസ്സൊക്കെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഞാനിവിടെ തിരിച്ചു ചെയ്തു. പിന്നെ എന്തിനാണ് നീ ഇത്രയും ഡ്രസ്സൊക്കെ മടക്കി വെക്കണേ? അടി ഉണ്ടാക്കാനല്ലേ പോകുന്നത്, അപ്പോൾ ഇത്രയും ഡ്രസ്സൊക്കെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണെ. എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞതെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ കാര്യത്തോടെ എടുത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം ടെൻഷനൊക്കെ എന്ന് പറയും. നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകപ്പാടെ ടെൻഷൻ എന്ന് പറയാം കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ശ്രീനി സാർ അതിന് സമ്മതിച്ചില്ലെങ്കിലോ ശ്രീനി സാറെ ഞാൻ കണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയാൻ കേട്ടോ. അതിന് ശ്രീനി സാർ സമ്മതിക്കുമോ? പിള്ള സാറിൻ്റെ പെങ്ങളുടെ മകളായതുകൊണ്ട് തന്നെ അതൊന്നും സാറില്ല, സമ്മതിക്കുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വർഷക്കാലം ആ കുട്ടികൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് ശ്രീനി സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനി സാർ ഉറപ്പായിട്ടും അത് സമ്മതിക്കും. എന്നാൽ ശരി പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര അയക്കുകയാണ് കേട്ടോ. തോളിലൊക്കെ കൈവച്ച് കവളത്ത് ഇങ്ങനെ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ യാത്ര അയക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ പുറത്ത് സന്തോഷും പള്ളിയിൽ അച്ഛനും മേരിയും ഗീവർഗീസും ഒക്കെ ഉണ്ട്. അന്നേരം മേരി പറയാണ് അതെ ഇവർ അങ്ങോട്ട് അകത്തേക്ക് കയറി വരാൻ പോയതാ, പക്ഷെ ഞാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും യാത്ര പറയാനൊക്കെ ഉണ്ടാവുമെന്ന് എന്ന് പറയാൻ കേട്ടോ. അന്നേരം അച്ഛൻ പറയാണ് മേരി നോവലൊക്കെ വായിക്കുന്നത് കൊണ്ടേ മേരിക്ക് ഇതേക്കുറിച്ചൊക്കെ നല്ല ചിന്തനയാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇപ്പോഴെങ്കിലും എൻ്റെ നോവൽ വായനോണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെന്ന് മനസ്സിലായല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ വേദറി ഒന്നും മിണ്ടാതിരിക്കും മേരി ചേച്ചി എന്ന് പറയട്ടോ. അതിനുശേഷം ഗീവർഗീസ് ആണെങ്കിൽ ചാവി കൊടുക്കാൻ കേട്ടോ വണ്ടിയിൽ. ആരും വരണ്ടാന്നല്ലേ പറയുന്നു. വേണ്ട ഗീവർഗീസ് ഏട്ടാ ഞാൻ തന്നെ പോയി വന്നോളാം എന്ന് പറയണേ. അതിനുശേഷം സന്തോഷിനോട് പറയാണ് കേട്ടോ ഞാൻ എന്തായാലും ആ കുട്ടീനെ കൊണ്ടുവരാൻ തന്നെയാണ് പോകുന്നത്, ഉറപ്പായിട്ടും ഞാനത് ചെയ്തിരിക്കും, എന്തായാലും സമാധാനത്തോടു കൂടി ഇരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. സന്തോഷിൻ്റെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ മേരി പറയുന്നുണ്ട് ഞാനെന്തായാലും എൻ്റെ ഫോണ് വേദന എടുത്തേക്ക് കൊടുത്തു പോകാം, എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേദന എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും അതെന്തായാലും ഒരു ഉപകാരമായി എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ മേരി വിക്രം വരുന്നവരെ ഇടുന്നോട്ടെ എന്ന് പറയും. അയ്യോ അതൊന്നും വേണ്ട അച്ഛൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഗീവർഗീസാറിനെ വിളിച്ചോളാം, 5 മിനിറ്റത്തെ കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിക്രം യാത്രയൊക്കെ പറഞ്ഞ് പോകുകയാണ്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജോസഫ് രാജേട്ടന് വീട്ടിലെത്തുന്ന സമയത്ത് ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അകത്ത് ചെല്ലുമ്പോൾ വിക്രം അകത്ത് കിടന്നുറങ്ങാണ്. വിക്രം വന്നോ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോട് കൂടിയിട്ട് രാജേട്ടനൊക്കെ അങ്ങനെ ചെന്നിരുന്നിട്ട് വിക്രമിനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. വിക്രം എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുമ്പോൾ രാജേട്ടാ എന്ന് പറഞ്ഞിട്ട് ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സ്നേഹം കാണിക്കുകയാണ്. എന്നിട്ട് നീ എപ്പോൾ വന്നു? ഞാൻ 1-2 മണിക്കൂറായി. എന്നിട്ട് നീ എങ്ങനെ വാതിൽ തുറന്നു? ഞാൻ ലോക്ക് ചെയ്തിരുന്നാണല്ലോ എന്ന് ജോസഫ് പറയുകയാണേ. അത് ഞാനൊരു ഒരു കല്ലെടുത്തടിച്ചു. അപ്പോൾ ആ പൂട്ടും പൊളിച്ചു. ഒരു പൂട്ടല്ലേ, അതിപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്ത് ചെന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. വേദ എവിടെയും ചോദിക്കുകയാണ്. വേദ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ? ഒരു മലര മുകളിലോ? അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരു വീട്ടുകാരുണ്ട് എന്ന് പറയും കേട്ടോ.
അപ്പോൾ നീ എന്തിനാണ് വേദന അവിടെ ആക്കി പോകുന്നത്? നിനക്ക് വേദനയും കൊണ്ട് പോരായിരുന്നില്ലേ? എന്തായാലും വാസവൻ കേസ് പിൻവലിച്ചല്ലോ എന്ന് പറയും. കേസ് പിൻവലിച്ചോ എന്ന് വിക്രം ചോദിക്കാൻ. കേസ് പിൻവലിച്ചു. നിന്നോട് സജീവൻ പറഞ്ഞില്ലേ? ഇല്ല. അതങ്ങനെയാണ്, അവന് ആവശ്യമുള്ളതൊന്നും പറയൂല എന്ന് പറയട്ടോ. അപ്പോൾ കേസ് പിൻവലിച്ച നിലയ്ക്ക് ഇനി ഇങ്ങോട്ട് പോരാലോ? അത് ശരിയാവില്ല. അനിയൻകുട്ടി സംസാരിക്കാതെ അനിയൻകുട്ടിനെയും കൊണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പുളിക്കനെ കൊന്ന ആൾക്കാർ എന്തായാലും അനിയൻകുട്ടിനത് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അനിയൻകുട്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആപത്താണ്. അപ്പോൾ അനിയൻകുട്ടിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ജോസഫിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ എന്ന് പറയാം കേട്ടോ. ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. കാര്യമോ? അതെ എന്ന് പറയട്ടോ. അപ്പോൾ എന്ത് കാര്യം? അന്ന് നമ്മളൊരു പെൺകുട്ടിയുടെ താലി പൊട്ടിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയില്ലേ? അതുണ്ട്, അത് ഓർമ്മയുണ്ട്. അന്നലെ നീ വേദന കയറി കെട്ടിയത്. അന്ന് ആ പെൺകുട്ടിയുടെ കല്യാണം മാത്രമല്ല നമ്മൾ മുടക്കിയത്, ജീവിതം കൂടിയാണ് നശിപ്പിച്ചതെന്ന് പറയട്ടോ. എന്നുവെച്ചാൽ അവർ ഇതുവരെയും വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. രണ്ടുപേരും രണ്ടിടത്തുമായിട്ട് ജീവിക്കുകയാണ്. അത് നീ എങ്ങനെ അറിഞ്ഞു? ആ പയ്യനുണ്ടല്ലോ സന്തോഷ്, ആ പയ്യനാണ് അവിടുത്തെ എസ്റ്റേറ്റ് മാനേജറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും അവരുടെ കല്യാണം നടത്തി കൊടുത്തേ പറ്റൂ. എടാ, ശ്രീനി സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും തോന്നുന്നുണ്ടോ? സമ്മതിക്കും, ഉറപ്പായിട്ട് സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിലും ഞാനത് ചെയ്യുമെന്ന് പറയാം കേട്ടോ. എടാ, പിള്ള സാറിൻ്റെ വീട്ടിൽ കയറി കളിക്കാനായിട്ട് ശ്രീനി സാർ സമ്മതിക്കുമോ എന്ന് ചോദിക്കേണ്ട. എനിക്കെന്തായാലും ഈ ഒരു കാര്യത്തിൽ ശ്രീനി സാറിനായിട്ട് തെറ്റേണ്ടി വന്നാലും ഞാനത് ചെയ്യും എന്ന് തന്നെ പറയണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ എനിക്ക് സംഘടിപ്പിച്ചായിരുന്നു ജോസഫിനോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ വിക്രം. പിന്നെ കാണിക്കുന്നത് രാത്രി വാതിൽ മുന്നേ തട്ടണ കേൾക്കുമ്പോൾ കമലാമ്മ പറയാനിട്ടോ, ദേ ആരോ വന്നിട്ടുണ്ട്, ആരോ വാതിൽമ തട്ടുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അവരെയൊക്കെ എഴുന്നേക്കാണ്. വിശ്വനും ശ്രീജയും ഒക്കെ എഴുന്നേറ്റ് വരികയാണ് കേട്ടോ. അപ്പം അച്ഛൻ വാതിൽ തുറക്കാൻ പോകുമ്പോൾ, വേണ്ട അച്ഛാ, ഞാൻ ചോദിക്കട്ടെ ആരാ വാതിൽ മുട്ടുന്നത് വീണ്ടും വിശ്വൻ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം വിക്രം പറയും, ഞാനാണ് വിശ്വേട്ടാ, വാതിൽ തുറക്ക് പേടിക്കാതെയെന്ന് വിക്രം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അവർക്ക്. വിക്രത്തിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോടുകൂടിയിട്ട് അങ്ങനെ വേഗം തന്നെ അവരെല്ലാവരും കൂടിയിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ കമലാമ്മ അങ്ങോട്ട് കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ എത്താണ് കേട്ടോ. രണ്ടുപേരും കൂടെ എത്തിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വിക്രത്തിനെ ചുറ്റും നിൽക്കുകയാണേ. അന്നേരം മാഷാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ചെന്നിട്ട് പുറത്തൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുക, എന്താ അച്ഛൻ നോക്കുന്നത്? അല്ല, വേദ എവിടെ? വേദന ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അവളവിടെ ഉണ്ട്. എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ എവിടെയെന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെവി. അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ടേ. അപ്പോൾ അത് ഒരു സ്ഥലത്തുണ്ട് അമ്മേ, നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാളും നല്ല ഒരു വിശ്വാസമുള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളതെന്ന് പറയട്ടോ. അപ്പോൾ അതെ, നീ അറിഞ്ഞില്ലടാ, നീ പോയതിന് ശേഷം ഇവിടെ പോലീസുകാരൊക്കെ കയറി നിരങ്ങായിരുന്നു. എന്നെ വിശേഷനെ കൊണ്ടുപോയിട്ടേ നല്ല അടിയടിച്ചു എന്ന് പറയട്ടോ. അതിന് അയാൾക്കുള്ളത് കിട്ടിയാലോ എന്ന് പറയട്ടോ. അപ്പം നന്ദിനി, ഓഹോ, അപ്പം നീ തന്നെയാണല്ലേ അയാളെ തല്ലിയത്? ഭാഗ്യം അയാൾ നിന്റെ പേര് പറയുന്നത്, അല്ലെങ്കിൽ പോലീസുകാർ ഈ വീട്ടിൽ കയറി നിരങ്ങേനെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി കുറ്റം പറയാണ് കേട്ടോ. അതിനുശേഷം കമലാമ്മ പറയാണ്, മോനെ എന്നെ അച്ഛനെയും കൂടിയിട്ട് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയും കേട്ടോ. അമ്മനെയോ നോക്കിയിട്ട്? അതെ, എന്നെയും അച്ഛനും കൂടെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം മാഷ് പറയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് പോയെങ്കിലും കൂടിയിട്ട് അവിടേക്ക് വാസം വന്നു, പരാതി പിൻവലിച്ചു. അതിനുശേഷം ഞങ്ങളെ വിട്ടയക്കുകയും ചെയ്തു. അപ്പം തന്നെ പരാതി ഇല്ലാത്ത നിലയ്ക്ക് ഇനി നിനക്ക് നാട്ടിലേക്ക് വരാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പുളിക്കനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല അച്ഛാന്ന് പറയാം കേട്ടോ. അപ്പം പിന്നെ നീ കുറേ കാലം കൂടി എടുത്തിട്ട് നാട്ടിലേക്ക് വരുള്ളൂ ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, ഇനിയിപ്പോൾ വേറൊരു പ്രശ്നത്തിലേക്കാണല്ലോ പോണത് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ത് കാര്യം എന്ന് നന്ദിനി ചോദിക്കാൻ കേട്ടോ. ഒന്നും മിണ്ടുന്നില്ലേ? അങ്ങനെ എന്തായാലും എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അച്ഛനൊന്ന് പുറത്തേക്ക് വന്നിട്ട് ബാഗൊക്കെ കമലാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുകയാണ്. അന്നേരം നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ, എന്ത് കാര്യമായിരിക്കും? എന്നാലും ഇപ്പം എന്തായിരിക്കും ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ ഇങ്ങനെ ദേഷ്യത്തോട് കൂടി ചോദിക്കില്ല. അല്ല, ഞാനിങ്ങനെ പറഞ്ഞുള്ളൂ, എന്തോ ഒരു പ്രശ്നത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറയട്ടോ. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയുന്നത്? അല്ല, അമ്മ ചോദിച്ചത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അമ്മ പറഞ്ഞല്ലോ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. അപ്പം നീ പറയുന്നതിന് വേറെ രീതിയാണെന്ന് ശ്രീജ പറയൂട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മാഷോട് കാര്യങ്ങളൊക്കെ വിവരിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും വിക്രം, അപ്പോൾ മാഷ് പറയും, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അച്ഛാ? ഇതെനിക്ക് ചെയ്തേ മതിയാവൂ, അല്ലാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അച്ഛാ. ഞാനായിട്ട് നശിപ്പിച്ചവരുടെ ജീവിതം അവർക്ക് ഞാനായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറയും. നിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നിൻ്റെ ശ്രീനിയോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. ശ്രീനി സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ശ്രീനി സാറ് സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിലും ഞാനത് ചെയ്യും അച്ഛാ. ഈ കാര്യത്തിൽ അച്ഛനോട് പറയാതെ എനിക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഈ കാര്യം തുറന്നു പറഞ്ഞത്. ഈ കാര്യത്തിൽ അച്ഛനും എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ.
അപ്പം മാഷ് പറയാണ് ഇപ്പോൾ നീ എന്തായാലും ഇതിനൊക്കെ ഇറങ്ങി തിരിച്ച് നിൽക്കുമ്പോൾ ആ കുട്ടീനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആ കുട്ടി എനിക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടീനെ കൊണ്ടുപോകാൻ വെച്ചാൽ എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാലോചിച്ചിട്ട് വേണം ഇറങ്ങി പുറപ്പെടാനായിട്ട്. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും നീ ഒരു കാര്യം ആലോചിച്ച വേദ ഇത് പണ്ടത്തെ പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ ഇറങ്ങി പോകാൻ നിൽക്കുന്ന ഒരു പെണ്ണല്ല, നിന്റെ ഭാര്യയാണ്. അത് നീ നന്നായിട്ട് ഓർക്കണം എന്നൊക്കെ പറയുകയാണെ. പിന്നെ കാണിക്കുന്നത് വേദനയെ ഫോണിൽ സംസാരിക്കാൻ കേട്ടോ കമലാമ്മ. പൊട്ടിക്കരയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കമലാമ്മ വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാഗങ്ങളും അങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് ഫോണിൽ സംസാരിക്കാൻ കേട്ടോ. രണ്ടുപേരും കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ തന്നെ സംസാരിച്ച് സ്നേഹമൊക്കെ പങ്കിടുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും കൂടി നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അവർ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പെൺകുട്ടീനെ ശ്രീലക്ഷ്മിനെ കാണിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മിനെ ഫോണിൽ വിളിച്ചിട്ട് വിക്രം വിവരം പറയുമ്പോൾ സന്തോഷിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ ആ പെൺകുട്ടിക്ക്. അങ്ങനെ വിക്രമിൻ്റെ കൂടെ ഇറങ്ങി തിരിക്കാനായിട്ട് ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ്. ഇതേ സമയം ജോബി ആണെന്നുണ്ടെങ്കിൽ വേഷം മാറി വിക്രമിൻ്റെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രീനിസാറിൻ്റെ അനുവാദം വാങ്ങിക്കുന്നുണ്ട് ഈ പെൺകുട്ടിനെ കൊണ്ടുപോകാനായിട്ട്. ശ്രീനിസാറിന് ചതിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ആരൊക്കെ അതിൻ്റെ ഇടയിൽ ഇടപെടുന്നതും വിക്രമമായിട്ട് അടി ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്.